കൊച്ചിന്ന് അർദ്ധരാത്രി ഒരു 1 മണി 1:30 ടൈമിൽ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിട്ട് മോർണിംഗിലാണ് ഞങ്ങൾ മലേഷ്യയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ എത്തി ഞങ്ങളൊരു ഫ്രഷപ്പ് ഏരിയയിലേക്ക് കൊണ്ടുപോകുന്നതാണ് കേട്ടോ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഫ്രഷപ്പ് ഏരിയ എന്ന് പറയുമ്പോൾ ചെറിയ എന്തെങ്കിലും ഹോട്ടൽ ബാത്റൂം സെറ്റപ്പ് ഒക്കെ ഉള്ള സ്ഥലത്താണ് ഞങ്ങൾ കൊണ്ടുപോകുക എന്ന് വിചാരിച്ച ഞങ്ങളുടെ പ്രതീക്ഷനെ ആകെ തകിടം മറിച്ചുകൊണ്ടാണ് കേട്ടോ അവിടെ ഞങ്ങൾക്ക് ഉണ്ടായ അനുഭവം. ആദ്യം പോയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. ഒരു നല്ലൊരു ഹോട്ടലിൽ പോയി അവിടെ ഒരു ബൊഫെ സെറ്റപ്പ് എന്നായിട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഞങ്ങൾ വീണ്ടും തിരിച്ച് ബസ് കയറിയിട്ട് ഈ ഒരു ഹോട്ടലിലാണ് കേട്ടോ ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഞങ്ങൾ പ്രതീക്ഷിച്ചത് ചെറിയൊരു ഡോർമെട്രിയോ അങ്ങനെ എന്തെങ്കിലുമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊന്നുമല്ല, ചെക്ക് ഇൻ ചെയ്ത് ഞങ്ങൾക്കൊരു കീം തന്ന് ഞങ്ങൾ പറഞ്ഞു വിട്ടത് ഒരു അടിപൊളി റൂമിലോട്ടായിരുന്നു കേട്ടോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഒരു അടിപൊളി റൂം തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ഫ്രഷപ്പ് ആവാനും അടിപൊളിയായിട്ട് കിടന്നുറങ്ങാനും എല്ലാത്തിനുള്ള സൗകര്യം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ടോയ്ലറ്ററി ഐറ്റംസ് എന്തിന് ചീപ്പ് വരെ ഉണ്ടായിരുന്നു. കെറ്റില്, ഷുഗർ, കോഫി പൗഡർ, ടീ പൗഡർ, നമുക്ക് എന്താണോ വേണ്ടത് നമുക്കൊരു 3-4 മണിക്കൂർ ശരിക്കൊന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു ആംബിയൻസോട് കൂടിയിട്ടുള്ള ഒരു റൂമായിരുന്നു കേട്ടോ. അവിടെ എത്തിയിട്ട് ഞങ്ങൾ ചായ ഉണ്ടാക്കി കുടിച്ചു, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കോഫി ഉണ്ടാക്കി കുടിച്ചു. അവിടെയുള്ള എല്ലാം ഞങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ക്ഷീണമൊക്കെ പെട്ടെന്ന് തന്നെ മാറി. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കുളിക്കാനും നിന്നില്ല, എന്തായാലും മെയിൻ ഹോട്ടലിലേക്ക് പോകാനുള്ള അല്ലേന്ന് വെച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് മുഖമൊക്കെ ഒന്ന് ചെയ്ത് കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി ഒന്ന് റെസ്റ്റ് ചെയ്തു കേട്ടോ. പിന്നെ ഇങ്ങനെ അവിടെയുള്ള വാർഡ്രോബും കാര്യങ്ങളൊക്കെ തുറന്നു നോക്കണതിനിടയിൽ ചെറിയൊരു കുഞ്ഞു ഫ്രിഡ്ജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത്. മൊത്തത്തിലൊരു അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലുള്ള ഒരു ട്രീറ്റ് ആയിരുന്നു അത്. കാരണം നമ്മൾ മെയിൻ ഹോട്ടൽ 5 സ്റ്റാർ ഇത്രയും റിലാക്സ് ആയിട്ട് ഞങ്ങൾക്ക് ആ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിനെ കൊണ്ട് തന്നെ ഈവനിങ് ടൂറിന്റെ സമയത്ത് യാതൊരു രീതിയിലുള്ള ക്ഷീണമോ ഉറക്കം തൂങ്ങലോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. കൊലാലംപൂർ സിറ്റിന്റെ നല്ലൊരു പോർഷനോട് നല്ല വൃത്തിക്ക് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞ പോലെ തന്നെ കറക്റ്റ് 3 മണിയായപ്പം ഞങ്ങൾ ആ ഒരു ചെറിയ ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്യിപ്പിച്ചിട്ട് ഞങ്ങൾ മെയിൻ ഹോട്ടലിലേക്കാണ് കൊണ്ടുപോയിണ്ടായിരുന്നത് കേട്ടോ. അവിടെ ഞങ്ങൾക്ക് ഫസ്റ്റ് ടു ലാസ്റ്റ് ഡേ വരെ ഈ ഒരു മൈക്കും ഈ ഒരു കോർഡിനേറ്ററും ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഫസ്റ്റ് ഡേ തൊട്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഒരു ബസ്സും ഈ ഒരു കോർഡിനേറ്ററും ആണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. നല്ല നമുക്ക് എല്ലാ ഏരിയാസ് ഒക്കെ കവർ ചെയ്ത് എല്ലാം നല്ല എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് നമ്മൾ എല്ലാ ഇടത്തേക്കും കൊണ്ടുപോയിണ്ടായിരുന്നത്. 2 ഹോട്ടൽസിലായിട്ടാണ് ഞങ്ങളുടെ ടീമിലുള്ള മൊത്തം ആൾക്കാർ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളുടെ മെയിൻ ഹോട്ടലിലേക്ക് എത്തിയിട്ടോ. 2 ഹോട്ടലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 2ാമത്തെ ഹോട്ടലായിരുന്നു. ആക്സോൺ എന്നാണ് ഞങ്ങളെ ഹോട്ടലിൻ്റെ പേരുണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇത്രേ ഉള്ളൂ. വരും ദിവസങ്ങളിൽ മലേഷ്യയിൽ ഞങ്ങൾ ചിലവഴിച്ച ദിവസങ്ങളും ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കഴിച്ചതും ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തതും എല്ലാം ഞാൻ വഴി അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. സാധാരണ ഫോട്ടോസിലും വീഡിയോസിലും മാത്രം കണ്ടിട്ടുള്ള ഇങ്ങനെയുള്ള വ്യൂ ഒക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. എനിക്കിത് എന്തായാലും ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, ഞങ്ങൾ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി ഈവനിങ് ടൂറിന് വേണ്ടിയിട്ട് വീഡിയോസ് ഞാൻ വഴി അപ്ലോഡ് ചെയ്തിടാം കേട്ടോ.